എന്തായാലും ഇന്ത്യയുടെ അണ്ടർ-23 ടീം ഇനിയും കുറച്ച് മാച്ചുകളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. ക്വാളിഫയർ അതുപോലെ തന്നെ ഫ്രണ്ട്ലി മാച്ചൊക്കെ അവർക്ക് വരാൻ പോകുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, നമ്മുടെ താരങ്ങൾ, നമ്മുടെ യുവ ഗോൾ കീപ്പർമാരുടെ പിക്ചേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അൽസാബിത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗോൾ കീപ്പറായ അർബാസിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഇപ്പോൾ ഗുർപ്രീത് സിംഗിലൂടെ ഇരിക്കുന്ന പിക്ചേഴ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ എന്തായാലും ഇവർ രണ്ടുപേരും ക്യാമ്പിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു ഗോൾ കീപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊന്ന് അർബാസ് ആയിരുന്നു ഒറ്റൊരു ഗോൾ കീപ്പർ. ഇപ്പോൾ അൽസാബിത്തിനെയും കൂടെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് ഇന്ത്യൻ അണ്ടർ-23 സ്ക്വാഡിൻ്റെ. സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ എന്തായാലും ഇവർ രണ്ടുപേരും ഗോൾ കീപ്പർ സ്ഥാനത്ത് ഉണ്ട്. ഇനി ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് കിങ്സ്ലി കോമൻ. ബയൺ മ്യൂണിക്കിൻ്റെ താരമാണ്, ഫ്രഞ്ച് താരമാണ്. സോ അദ്ദേഹം അൽ നാസറിൽ ജോയിൻ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടി, കാരണം അത്രയും കഴിവുള്ളൊരു താരമാണ് കിങ്സ്ലി കോമൻ. എന്തുകൊണ്ട് അദ്ദേഹം ഏഷ്യയിലേക്ക് വരുന്നു, സൗദി അറേബ്യയിലേക്ക് വരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് പൈസ തന്നെയായിരിക്കും. 30 മില്യൺ യൂറോയ്ക്കാണ് അത് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഇനീഗോ മാർട്ടിനസ്, ജാവോ ഫെലിക്സ്, അതുപോലെ കോമനൊക്കെ ഇപ്രാവശ്യത്തെ നമ്മുടെ എന്താ പറയുക അൽ നാസറിൻ്റെ ഒരു എന്താ പറയുക പദ്ധതിയുടെ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. സോ എന്തായാലും വമ്പൻ ഒരു സൈനിങ്, ഇതൊരു വമ്പ സൈനിങ്ങാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് താരമാണ് കിങ്സ്ലി കോമൻ.